നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. സവിശേഷ കഴിവുള്ള കുരുന്നുകൾക്കായി ലോക വികലാംഗ ദിനത്തിൽ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. പ്രതിരോധം ഇഴയുന്നു, കന്നുകാലികൾ ചത്തടിയുന്നു. മോരിന്റെ പുളി മാറിയാലും സർക്കാർ സഹായം ഏട്ടിലെ പശുവായി തുടരും. കൊയ്ത്തുയന്ത്രം കാത്തു പാടശേഖരം, വീണടിയുന്ന കർഷക സ്വപ്നങ്ങൾ. രാജീവ് ഗാന്ധി ട്രോഫി ആഗസ്റ്റ് 18 പുളിങ്കുന്ന് പമ്പയായി. വിശദമായ വാർത്തകളിലേക്ക്. ലോക വികലാംഗ ദിനത്തിന്റെ ഭാഗമായി മങ്കമ്പ് BRC സർവശിക്ഷ അഭിയാന്റെ നേതൃത്വത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. മങ്കമ്പ് തെക്കേക്കര സ്കൂളിൽ നടന്ന പരിപാടി മങ്കമ്പ് AEO രമാദേവി ഉദ്ഘാടനം ചെയ്തു. ഈ ദിവസം വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലും ഇന്ന് നമ്മുടെ കുട്ടികൾക്ക്, സവിശേഷ കഴിവുകളുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ യാതൊരു ശങ്കയും കൂടാതെ സ്വതന്ത്രമായി സന്തോഷമായി അവതരിപ്പിക്കാനുള്ള ഒരു സുദിനമാണ്. അതുപോലെ തന്നെ ഇതുപോലെ സവിശേഷ കഴിവുകളുള്ളവരെ, നമ്മൾ അറിയപ്പെടുന്നവരെ ആദരിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, അവരവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ എന്തെങ്കിലും കാരണത്താൽ ശകലം പുറകോട്ടാണെങ്കിൽ പോലും അവരിൽ അന്തർലീനമായി അവര് തന്നെ അറിയാതെ, അവരുടെ രക്ഷകർത്താക്കൾ തന്നെ അറിയാതെ ധാരാളം കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെടുത്ത് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ശരിയായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ കൂടിയുള്ള ഒരു സുദിനമാണ് ഇന്ന്. നെടുമുടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്മിണി ചാക്കോ അധ്യക്ഷത വഹിച്ചു. സവിശേഷ കഴിവുള്ളവർക്ക് ഒരു ദിനം സർഗോത്സവം എന്ന ശീർഷകത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ ഉപജില്ലയിലെ 38 സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും ദിനാചരണത്തിൽ പങ്കെടുത്തു. സവിശേഷ കഴിവുള്ള കുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ കഴിവുകളുടെ പൊതുവായ പ്രകാശനത്തിനുമായിട്ടാണ് സർഗോത്സവം സംഘടിപ്പിച്ചത്. തടസ്സങ്ങൾ തട്ടി നീക്കുക, വാതിലുകൾ തുറക്കുക, സങ്കലിത സമൂഹ സൃഷ്ടിക്കുക എന്നതാണ് 2013 വർഷം സ്വീകരിച്ചിരിക്കുന്ന പ്രമേയം. പരിമിതികളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ കളർകോട് ഗിരീഷ് കുമാർ, രതീഷ് കുമാർ എന്നിവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കുട്ടികളോട് പങ്കുവച്ചു. മങ്കമ്പ് BRC BPO V രാജു, D തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം ഗവൺമെന്റ് LPSഉം സർവശിക്ഷ അഭിയാൻ ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ വെളിയനാട് വിദ്യാഭ്യാസ ഉപജില്ല പരിപാടികൾ നടന്നു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിനി ബിനു ഉദ്ഘാടനം ചെയ്തു. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. വെളിയനാട് ഉപജില്ല AEO മാരിയത്ത് BV മുഖ്യപ്രഭാഷണം നടത്തി. BRC വെളിയനാട് BPO TV പുഷ്പൻ, E ശശികുമാർ, C രാജേന്ദ്രൻ, KC ജോസഫ്, അന്നമ്മ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കുളമ്പ് രോഗത്തെ തുടർന്ന് കുട്ടനാട്ടിൽ ചൊവ്വാഴ്ച മാത്രം 4ഓളം പശുക്കൾ ചത്തു. ഇതോടെ ആലപ്പുഴ ജില്ലയിൽ മാത്രം ചത്ത പശുക്കളുടെ എണ്ണം 61ആയി. ഇതിൽ 40ഓളം പശുക്കിടാങ്ങളും ബാക്കി പശുക്കളുമാണ്. ആകെ രോഗബാധിതരായ പശുക്കളുടെ എണ്ണം കുട്ടനാട്ടിൽ മാത്രം 600ന് മുകളിലാണ്. ഇതോടെ ക്ഷീരകർഷകർ കടുത്ത ആശങ്കയിലാണ്. കുളമ്പ് രോഗം മൂലം പശു ചത്ത കർഷകർക്ക് ഇതേവരെ സർക്കാർ ധനസഹായങ്ങളൊന്നും പ്രഖ്യാപിക്കാത്തതിൽ ക്ഷീരകർഷകർ കടുത്ത അമർഷം രേഖപ്പെടുത്തി. കാവാലം ശ്രീകൈലാസം വീട്ടിൽ ഗീതയുടെ 2 പശുക്കളും വേഴപ്ര പുത്തൻകളത്തിൽ വീട്ടിൽ ബിനോയിയുടെ 8 മാസം ഗർഭിണിയായ പശുവും ചത്തു. നബാർഡിൽ നിന്നും മറ്റും ലോണെടുത്തു വാങ്ങിയവയാണ് കുട്ടനാട്ടിലെ പശുക്കളിലധികവും. കുളമ്പ് രോഗത്തിനുള്ള ചികിത്സയ്ക്കായും ആയിരക്കണക്കിന് രൂപ ക്ഷീരകർഷകർ ചെലവാക്കുന്നുണ്ട്. ആകെയുള്ള ഉപജീവനമാർഗം കൂടി നഷ്ടപ്പെട്ട കർഷകർക്ക് 50,000 രൂപ അടിയന്തര സാമ്പത്തിക സഹായം വിതരണം ചെയ്യണമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി കുളമ്പ് രോഗം മൂലം ചത്ത പശുക്കൾ കർഷകർ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായും ഒരു പശുവിന് 50,000 രൂപയുടെ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നടപടി സ്വീകരിക്കണം. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കുട്ടനാട്ടിൽ തന്നെ ഏതാണ്ട് 50ഓളം പശുക്കൾ ചത്തു. അതുപോലെ ജില്ലയിലാണ്ട് 2000-ഓളം പശുക്കൾക്ക്
രോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ അടിയന്തരമായി ഗവൺമെന്റിന്റെ ഭാഗത്ത് നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കൃഷിക്കാരുടെ രോഗം വിളിച്ചുകൂട്ടി കുട്ടനാട് വികസന ഏജൻസി എന്ന നിലയ്ക്ക് ഞങ്ങൾ ശക്തമായ സമരം സംഘടിപ്പിക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുമെന്നും ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. 100 മേനി വിളഞ്ഞ പൊന്മണികൾ കൊയ്ത്തിയന്ത്രം കാത്ത് വീണടിയുന്നു. നീലമ്പേരൂർ പഞ്ചായത്തിലെ കിഴക്കേ ചേന്നങ്കരി വെണ്ണിമല പാടശേഖരത്തിനാണ് ഈ ദുർഗതി. നീലമ്പേരൂർ കൃഷിഭവന്റെ കീഴിലുള്ള കിഴക്കേ ചേന്നങ്കരി 10ാം വാർഡിൽ വടക്കേ വെണ്ണിമല പാടശേഖരത്തിലാണ് കൊയ്ത്ത് നടക്കാതെ പാട്ടകൃഷിക്കാർ ഉൾപ്പെടെയുള്ളവർ നെട്ടോട്ടമോടുന്നത്. കൊയ്ത്തെടുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. കുട്ടനാട്ടിലെ മറ്റു പാടശേഖരങ്ങളിലെല്ലാം പുഞ്ചകൃഷി ആരംഭിച്ചിട്ടും ഇവിടെ കൊയ്ത്ത് പോലും കഴിഞ്ഞിട്ടില്ല. കൊയ്ത്ത് മിഷൻ വിട്ടുതരുവാൻ കൃഷിഭവൻ ഉൾപ്പെടെ വിവിധ അധികാരികളെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലമെന്ന് പാടശേഖര സമിതി അംഗങ്ങൾ പറഞ്ഞു. കുട്ടനാട് MLA ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. വടക്കേ വെണ്ണിമലശ്ശേരി പാടശേഖരത്തിൽ 12 ഏക്കർ നിലമുള്ള പാടശേഖരമാണ് ഇത്. ഇതിൽ 5 കൃഷിക്കാരുണ്ട്, 2 പാട്ട കൃഷിക്കാരും 3 കരോട ചിരിസിന്മേലുള്ള കൃഷിക്കാർ. ഞങ്ങൾ ഈ നെല്ല് 150 ദിവസം പ്രായമായ നെല്ലാണ് കൊയ്യാൻ ഭാഗമായി കിടക്കുന്നത്. ഞങ്ങൾ ഈ 120 ദിവസമായപ്പോഴേ ഈ നിലമ്പൂർ കൃഷിഭവൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെടുകയും ഈ പാടത്ത് 2 മിഷൻ അനുവദിച്ചു തരണമെന്നും ഞങ്ങൾ ഈ ചെറിയ പാടശേഖരത്ത് മിഷൻ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഇത്രയും ഭീമമായ തുക കെട്ടിവെച്ച് മിഷൻ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഞങ്ങളെ സർക്കാരിൽ നിന്നും 2 മിഷൻ ഇറക്കി ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയും ഈ കൃഷി ഓഫീസർ AGM-നെ രാമങ്കരി AGM-നെ അറിയിച്ചെന്നാണ് ഞങ്ങളോട് പറയുന്നത്. പക്ഷേ ഈ തുടർച്ചയായിട്ടുള്ള ഈ മഴ മൂലം ഞങ്ങളുടെ ഈ നെല്ല് കൊയ്യേണ്ട ദിവസം കഴിഞ്ഞിട്ടും ഇപ്പം തന്നെ 3 കിൻഡൽ മേളിൽ പിടിച്ചിടക്കുന്ന ഈ നെല്ല് ഇപ്പോൾ ഇനിയും ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകുന്ന സംവിധാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിനൊരു നടപടി ഉണ്ടാകണം. അടുത്ത പുഞ്ചകൃഷി ഇപ്പം തുടങ്ങാൻ സമയമായിരിക്കുന്നു, അത് തീരാൻ പോകുന്നു. അതിന് ഇറങ്ങണം. ഈ വിളവ് കൊയ്തെടുത്താലേ ഞങ്ങൾക്ക് അടുത്ത കൃഷിയിലേക്ക് കിടക്കാനൊക്കെ ഉള്ളൂ. സർക്കാർ പറയുന്ന യുവ കൃഷിക്കാർ ഈ കാലഘട്ടത്തിൽ കൃഷിയിലേക്ക് വരണമെന്ന് പറയുകയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും കൃഷിക്ക് മേഖലയിലേക്ക് ഉണ്ടാകുന്നില്ല. അതിലൊരു നടപടി ഉണ്ടാകണം. ഞങ്ങൾ അടുത്ത കൃഷിക്ക് വിത്തുമായിട്ട് നിൽക്കുമ്പോൾ ഇത് വിതയ്ക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ വിളവ് കരയ്ക്കൊക്കെ സംവിധാനം ഒപ്പിക്കണം. അതിന് അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ. 20ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലമേള ഈ മാസം 28-ന് നടത്തുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ അനിൽ ബോസ് പറഞ്ഞു. ഡിസംബർ 28 ശനിയാഴ്ച രാജീവ് ഗാന്ധി ജലമേള നടത്താൻ തീരുമാനിച്ചതായി ബോട്ട് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ വന്നിട്ടാണ് ഈ വള്ളംകളി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും അതിഗംഭീരമായി ഇത് നടന്നിട്ടുള്ളതും. കഴിഞ്ഞ വർഷമാണ് നടത്തിയ വള്ളംകളികളിൽ ഏറ്റവും ഗംഭീരമായി നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ദിവസത്തെ പരിപാടി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയായി പ്രഖ്യാപിക്കുകയും വള്ളംകളിയിൽ പങ്കെടുക്കാനെത്തിയ വള്ളങ്ങളുടെ ഘോഷയാത്ര ആരംഭിക്കുകയും മത്സരത്തൊഴിൽ ആരംഭിക്കുകയും ചെയ്യുന്നത് വരെ ഒരാഴ്ചക്കാലം പരിപാടികൾ നടക്കുകയുണ്ടായി. അപ്പോൾ ആ വള്ളംകളിയുടെ ദിവസം ജലഘോഷയാത്ര നടക്കുമ്പോൾ പോലീസ് എത്തുകയും RDO വള്ളംകളി നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വള്ളംകളി തടസ്സപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനും എന്നോടൊപ്പമുള്ള ഭാരവാഹികളും RDOയുടെ നിരോധന ഉത്തരവ് കാണിക്കാൻ പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞത് നിരോധന ഉത്തരവ് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു ഉത്തരവും ഞങ്ങൾക്ക് തന്നില്ല എന്ന് മാത്രമല്ല, ആ വള്ളംകളി തടസ്സപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായും ഈ വള്ളംകളി തടസ്സപ്പെടുത്തിയതിനെതിരായി മുന്നോട്ട് പോകേണ്ടത് സംഘാടക സമിതിയുടെ ആവശ്യമായതുകൊണ്ട് ഞങ്ങളത് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് RDOയ്ക്കെതിരെ അടക്കം ഫയൽ ചെയ്യുകയുണ്ടായി. 2008 മുതൽ മുടക്കം കൂടാതെ ഈ ജലമേള നടന്നു വന്നിരുന്നു. എന്നാൽ 2012 ഓഗസ്റ്റ് 18-ന് നടത്തിയ ജലമേളയുടെ മത്സരഫലം നിശ്ചയിക്കാനോ ട്രോഫി നൽകാനോ ക്ലബിനായില്ല. ആലപ്പുഴ RDOയുടെ നിരോധന ഉത്തരവുണ്ടെന്ന് പറഞ്ഞാണ് മത്സരം തടസ്സപ്പെടുത്തിയത്. എന്നാൽ ചില തൽപര കക്ഷികളുടെ ഗൂഢതന്ത്രമായിരുന്നു അത്. കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് വള്ളംകളി നിരോധിച്ചിരുന്നില്ല എന്ന മറുപടിയാണ് അന്നത്തെ RDO പറഞ്ഞതും. ക്ലബിന് സർക്കാരിൽ നിന്ന് യാതൊരു സഹായവും ഇല്ലാത്തതാണെന്നും സംഘടനയുടെ പ്രവർത്തികൾ നടത്തുവാനുള്ള അവകാശം ക്ലബിൽ നിക്ഷിപ്തമാണെന്നും ഹൈക്കോടതി വിധിയിൽ പറയുന്നു. മാത്രവുമല്ല, ആലപ്പുഴ RDO, തഹസീൽദാർ, DTPC സെക്രട്ടറി എന്നിവർ രാജീവ് ഗാന്ധി വള്ളംകളിയിലോ ക്ലബിന്റെ നടത്തിപ്പിലോ ഇടപെടേണ്ടതില്ലെന്നും വിധിയുള്ളതായി ഭാരവാഹികൾ പറഞ്ഞു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തർക്കങ്ങളും ആക്ഷേപങ്ങളും ഒഴിഞ്ഞതിനാലാണ് മേള നടത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തി വള്ളംകളി നടത്താൻ തീരുമാനിച്ചത്. 9 ചുണ്ടൻ വള്ളങ്ങളും 6 ചെറുവള്ളങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ലേബർ ബ്യൂറോയുടെ നിർദ്ദേശാനുസരണം ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് നടത്തുന്ന 4ാമത് എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഫീൽഡ് സർവേയുടെ ജോലികൾക്കായി എന്യൂമറേറ്റർ തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് വിഷയത്തിൽ ബിരുദമുള്ളവർക്കും കൊമേഴ്സ്, BBA ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം.
പ്രായം 2013 ഫെബ്രുവരി 1 21 വയസ്സ് പൂർത്തിയായിരിക്കണം. താൽപര്യമുള്ളവർ ബയോഡേറ്റ, യോഗ്യത, പരിചയ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാഗമ്പടത്തുള്ള ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ഡിസംബർ 9 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. HIV ബാധിതരുടെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവർ തയ്യാറാകണമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി പറഞ്ഞു. ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് പാലാ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി അധ്യക്ഷത വഹിച്ചു. പാലാ മുനിസിപ്പൽ ചെയർമാൻ കുര്യാക്കോസ് പടവൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഡിസംബർ 7, 8 തീയതികളിൽ കായംകുളം പാർക്ക് മൈതാനത്ത് നടക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് മുഖ്യാതിഥിയും CK സദാശിവൻ MLA അധ്യക്ഷതയും വഹിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലത്തിലെ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഡിസംബർ 8 ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കായംകുളം റോയൽ പ്ലാസയിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, മാവേലിക്കര MLA R രാജേഷ്, കായംകുളം നഗരസഭാ അധ്യക്ഷ സൈറാൻ നജമുദ്ദീൻ തുടങ്ങിയവർ സംസാരിക്കുമെന്നും COA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളായ സുധിൻ പാമ്പാല, KN മോഹനൻപിള്ള, റിയാസ് നൈനാരത്ത് എന്നിവർ പറഞ്ഞു. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ COAയുടെ 9ാമത് സംസ്ഥാന സമ്മേളനം 2014 ഫെബ്രുവരി 9 മുതൽ 11 വരെ തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുവരുന്നതിന്റെ അനുബന്ധമായാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. 2014 നവംബറോടുകൂടി കേരളത്തിലേതടക്കം ഇന്ത്യയിലെ കേബിൾ TV രംഗം ഡിജിറ്റലൈസേഷന് വിധേയമാവുകയാണ്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചാനലുകളും ഇന്റർനെറ്റ്, മറ്റ് മൂല്യവർദ്ധിത സേവനങ്ങളടക്കമുള്ളവ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലും സുതാര്യതയോടും കൂടി ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമം മൂലം നടപ്പാക്കുന്ന ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് സാധിക്കും. സ്വദേശ, വൈദേശിക കുത്തക കമ്പനികളോട് കിടപിടിക്കത്തക്ക മാറ്റങ്ങളാണ് KCCL നേടിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ ദിനാചരണം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. ആലപ്പുഴ നഗരസഭാ ടൌൺഹാളിൽ രാവിലെ 9:15 കളക്ടറുടെ ചുമതല വഹിക്കുന്ന ADM KP തമ്പി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗം VP പ്രഭാത്, പ്രൊബേഷൻ ഓഫീസർ AJ സാബു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ഡിവിഷൻ സമ്മേളനം ഈ മാസം 5, 6 തീയതികളിൽ ആലപ്പുഴ നഗരചത്വരത്തിൽ നടക്കും. ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ ഡിവിഷൻ സമ്മേളനമാണ്, എറണാകുളം ഡിവിഷൻ സമ്മേളനം ഈ നഗര ചതുരത്തിൽ വെച്ചിട്ട് 5, 6 തീയതികളിൽ നടക്കുകയാണ്. 1956 LIC രൂപം കൊണ്ടത് നിങ്ങൾക്കറിയാം. പക്ഷേ LIC ഏജന്റന്മാർക്ക് അഖിലേന്ത്യാ തലത്തിലൊരു സംഘടന എന്നുള്ളത് 2003 വരെ ഇല്ലായിരുന്നു. 2003 ഇന്ത്യയിലെ വിവിധ പേരുകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പല സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ഒരു കൺവെൻഷനിൽ വെച്ചിട്ടാണ് അഖിലേന്ത്യാ തലത്തിൽ ഏജന്റ്സ് ഓർഗനൈസേഷൻ എന്നൊരു സംഘടന രൂപീകരിച്ചത്. അതിനുമുമ്പ് കേരളത്തിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു, LIC ഏജന്റ്സ് അസോസിയേഷൻ എന്നായിരുന്നു അതിന്റെ പേര്. അത് 90-ൽ ആണ് തുടങ്ങിയത്. ഇന്ത്യയിലാകെ ഇപ്പൊ 11,78,000 LIC ഏജന്റന്മാരുണ്ട്. ഡിസംബർ 5 വൈകിട്ട് 4 വെള്ളക്കിണർ ബ്രാഞ്ചിൽ നിന്നും പ്രകടനം ആരംഭിക്കും. തുടർന്ന് നഗരചത്വരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം G സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്യും. എറണാകുളം ഡിവിഷൻ പ്രസിഡന്റ് V സജിമോൻ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് K പ്രമോദ്, അഡ്വക്കേറ്റ് പ്രതിഭഹരി, PP ചിത്തരഞ്ജൻ തുടങ്ങിയവർ സംസാരിക്കും. ഇതര തൊഴിൽ മേഖലയിലേതുപോലെ പ്രോവിഡന്റ് ഫണ്ട്, പെൻഷൻ, മെഡിക്കൽ അലവൻസ് തുടങ്ങിയ അടിസ്ഥാന ആനുകൂല്യങ്ങൾ പോലും സർക്കാർ LIC ഏജന്റുമാർക്ക് നിഷേധിക്കുകയാണ്. ഡയറക്ട്, ഓൺലൈൻ മാർക്കറ്റിംഗ്, കോർപ്പറേറ്റ് ഏജൻസി എന്നിവയിലൂടെ LIC ഏജന്റുമാരുടെ തൊഴിൽ ഇല്ലാതാക്കുവാനാണ് ഗവൺമെന്റും DRDIയും ശ്രമിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ PN ദേവദാസ്, PC സതീഷ് കുമാർ, പ്രസിഡന്റ് V സജിമോൻ, K വാസുദേവൻ, VM മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. വിഷൻ 2015 പദ്ധതിയുടെ ഭാഗമായി കടത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കാണക്കാരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി നിർവഹിച്ചു. വേമ്പള്ളിയിൽ ഗ്രാമപഞ്ചായത്ത് കോമ്പൌണ്ടിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മികച്ച അംഗൻവാടി സൂപ്പർവൈസർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ CK ശ്രീലതയെ മന്ത്രി ആദരിച്ചു. കേരള വിഷൻ ഡിജിറ്റൽ സെറ്റ് ടോപ്പ് ബോക്സുകൾക്കായുള്ള ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. 2013 ഡിസംബർ 2 മുതൽ 28 വരെ 500 രൂപ അടച്ച് സെറ്റ് ടോപ്പ് ബോക്സ് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. മുൻകൂർ ബുക്കിംഗ് നടത്തുന്നവർക്ക് മാത്രമേ സെറ്റ് ടോപ്പ് ബോക്സുകൾ ലഭ്യമാവുകയുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മത്സ്യത്തൊഴിലാളി പെൻഷൻ ബാങ്ക് മുഖേന വിതരണം ചെയ്യുന്നതിനായി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നൽകിയ പെൻഷൻകാരിൽ ഇതുവരെ പെൻഷൻ ലഭിക്കാത്തവർ, ഭാഗികമായി ലഭിച്ചവർ, മത്സ്യത്തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളി വിധവകൾ, അനുബന്ധ തൊഴിലാളികൾ തുടങ്ങിയവർ പെൻഷൻ ലഭിക്കുന്നതിന് ബാങ്ക് പാസ്ബുക്ക്, പെൻഷൻ പാസ്ബുക്ക് എന്നിവ സഹിതം ഡിസംബർ 6-നകം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് ഹാജരായി വിവരങ്ങൾ നൽകണം. പുളിങ്കുന്ന് ഫൊറോന പിതൃവേദി മാതൃജ്യോതിസിന്റെ നേതൃത്വത്തിൽ വിശ്വാസ കൈമാറ്റം കുടുംബത്തിലൂടെ എന്ന വിഷയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുളിങ്കുന്ന് സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറൻ ഫാദർ ജെയിംസ് പാലക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജോസ് കൈലാസ്, ഫാദർ ഗ്രിഗറി തടുവിലേടം, ഫാദർ സിറിയക് വലിയകളത്തിൽ, ബാബു വടക്കേക്കളം, സിബി മൂലങ്കുന്നം എന്നിവർ സംസാരിച്ചു. ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ച് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ തീരുമാനിക്കുന്നതിന് ഡിസംബർ 6-ന് രാവിലെ 10:30 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. മണിയാർ ഡാമിന്റെ ഷട്ടറുകൾ അറ്റകുറ്റപ്പണികൾക്കായി തുറന്നു. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കക്കാട്ടാറ്, പമ്പ തീരങ്ങളിൽ താമസിക്കുന്നവരും അയ്യപ്പ ഭക്തരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ശബരിമല തീർത്ഥാടന കാലയളവിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ ഡിസംബർ 5-ന് രാവിലെ 10-ന് കളക്ടറേറ്റിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. മെയിൽ സ്റ്റാഫ് നഴ്സ്, മെയിൽ ഫാർമസിസ്റ്റ്, മെയിൽ ലാബ് ടെക്നീഷ്യൻ, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ബന്ധപ്പെട്ട റെക്കോർഡുകൾ സഹിതം അന്നേ ദിവസം നേരിട്ട് ഹാജരാകണം. പുളിങ്കുന്ന് പടിഞ്ഞാറ് SNDP ശാഖായോഗത്തിന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാകർമ്മവും അനുബന്ധ ചടങ്ങുകളും ഈ മാസം 6 മുതൽ 8 വരെ നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ അനുവദിച്ച് സമ്പൂർണ്ണ പെൻഷൻ പ്രഖ്യാപനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് റാണിമോൾ അനിൽകുമാർ സമ്പൂർണ്ണ പെൻഷൻ പ്രഖ്യാപനം നടത്തി. വാർഡ് മെമ്പർ M ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് മങ്ങാട്ട്, K കുഞ്ഞച്ചൻ, P പത്മകുമാർ, ബിന്ദു സന്തോഷ്, ലൈല പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഡ്രൈവർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു.
സംസ്ഥാന സർക്കാർ സർവീസിൽ ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ മേലധികാരിയുടെ NOC സഹിതം ഡിസംബർ 13 മുൻപായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, സാമൂഹിക നീതി വകുപ്പ് ഓഫീസ് മന്ദിരം, പൂജപ്പുര, തിരുവനന്തപുരം 12 എന്ന വിലാസത്തിൽ ലഭിക്കണം. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഹിയറിംഗ് നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി ഡിസംബർ 5 വൈകിട്ട് 3:30 പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ ഉമ്മൻ വി. ഉമ്മൻ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ രാജശേഖരൻ പിള്ള, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ PP സിറിയക് എന്നിവർ അംഗങ്ങളായ സമിതി ജനപ്രതിനിധികളിൽ നിന്നും മറ്റ് ബന്ധപ്പെട്ടവരിൽ നിന്നും തെളിവുകൾ ശേഖരിക്കും. 1993 ജനുവരി 1 മുതൽ 2013 മെയ് 31 വരെയുള്ള കാലയളവിൽ നിയമാനുസൃതം രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് അസൽ രജിസ്ട്രേഷൻ സീനിയോറിറ്റി പുനഃസ്ഥാപിച്ച് നൽകുന്നതിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി 2013 ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചതായി അടൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ അറിയിച്ചു. KSRTCയിൽ നിന്നും വിരമിച്ചവർക്ക് നവംബർ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നടത്തുന്ന സമരം ശക്തമാകുന്നു. യാത്രക്കാരുടെ ജീവൻ കാത്ത്, യാത്രക്കാരുടെ മാനം കാത്ത്, യാത്രക്കാരുടെ മാനം കാത്ത്, യാത്രക്കാരുടെ മാനം കാത്ത്, യാത്രക്കാരുടെ മാനം കാത്ത്, പാറാവളയം പിടിച്ചവർ ഞങ്ങൾ, പാറാവളയം പിടിച്ചവർ ഞങ്ങൾ, പാറാവളയം പിടിച്ചവർ ഞങ്ങൾ, പാറാവളയം പിടിച്ചവർ ഞങ്ങൾ. സമരത്തെ തുടർന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ ധർണയും കഞ്ഞിവെപ്പ് സമരവും നടന്നു. പ്രസിഡന്റ് N. മണി ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി MM പണിക്കർ, AP ജയപ്രകാശ്, MP പ്രസന്നൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സംഗീത സംവിധായകൻ രാഘവൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരചത്വരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ വാക്കുകൾ വളരെ പ്രധാനമാണ്. ആ വാക്കുകളുടെ പൊരുളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ആശയത്തിന് പറ്റിയ സംഗീതമായിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും വാക്കുകൾ ഇല്ലെങ്കിൽ സംഗീതത്തിന്റെ ഇപ്പൊ അല്ലെങ്കിൽ ഒരു സിംഫണി നമ്മൾ കേൾക്കും. സിംഫണി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥതലമുണ്ട് കേട്ടോ. ഞാൻ സംശയമൊക്കെ എനിക്ക് വേണ്ട. നിങ്ങൾ നല്ല മ്യൂസിക് കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ പുറത്ത് അതിന് ഇന്റർപ്രിട്ടേഷൻ എഴുതിക്കാണ്. മൊസാർട്ടിന്റെ ആയാലും ബീത്തോവന്റെ ആയാലും എന്താണ് ഈ സംഗീത തീം എന്നുള്ളത്. പക്ഷെ അത് ശുദ്ധ സംഗീതം, വാക്കുകളില്ലെങ്കിലും ബാക്കിയൊന്നുമില്ലെങ്കിലും ആ സംഗീതത്തിലൂടെ തന്നെ ഒരു വികാരം നിങ്ങളിലേക്ക് സംക്രമിപ്പിക്കുകയാണ്. സംഗീത സംവിധായകൻ വിദ്യാസാഗർ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാജീവ് ആലുങ്കൽ, അഡ്വക്കേറ്റ് N. ബാലചന്ദ്രൻ, P. ജ്യോതിസ്, PK മേദിനി, R. ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും രാഘവൻ മാസ്റ്റർ അനശ്വരമാക്കിയ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു. ചെന്നീർക്കര ഗവൺമെന്റ് ITIയിൽ COE ഇലക്ട്രോണിക്സ് റിപ്പയർ ആൻഡ് മെയിന്റനൻസ് ഓഫ് ഇലക്ട്രോണിക് ടെസ്റ്റ് എക്യുപ്മെന്റ് ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവുണ്ട്. ഇലക്ട്രോണിക്സിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർ ഡിസംബർ 5 രാവിലെ 11 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. ITED സ്കൂൾ പത്തനംതിട്ട ജില്ലാ റിസോഴ്സ് സെന്ററും എനർജി മാനേജ്മെന്റ് സെന്ററും സംയുക്തമായി ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ 8-9 ക്ലാസുകളിലെ കുട്ടികൾക്കായി നടത്തുന്ന ത്രിദിന ആനിമേഷൻ സിനിമാ നിർമ്മാണ ക്യാമ്പ് കാർട്ടൂണിസ്റ്റ് അഡ്വക്കേറ്റ് G. ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. അനവധി പ്രശസ്ത വ്യക്തികളുടെ കാർട്ടൂൺ ചിത്രങ്ങൾ ജിതേഷ് വരച്ചു. ത്രിദിന പരിശീലനത്തെക്കുറിച്ച് ITED സ്കൂൾ പരിശീലകനും അനിമേഷൻ പഠന പരിപാടിയുടെ സംസ്ഥാന കോർഡിനേറ്ററുമായ E. സുരേഷ് വിശദീകരിച്ചു. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ അധിഷ്ഠിതമാണ് ട്രെയിനിംഗ്. ജില്ലാ കോർഡിനേറ്റർ പത്മാവതിയമ്മ, മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്റർ സുദേവ് കുമാർ, മാസ്റ്റർ ട്രെയിനർ PC സുപ്രിയ എന്നിവർ പ്രസംഗിച്ചു. ശബരിമല പാതയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ലാഹയിൽ പരിശോധന നടത്തി. കഴിഞ്ഞ മാസം 27 അപകടം നടന്ന ലാഹ വലിയവളവും കുളഞ്ഞിത്തോട് കമ്പകത്ത് വളവ് എന്നിവിടങ്ങളിലും പരിശോധിച്ചു. അപകടം ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ലാഹ വലിയവളവ് ഇറക്കത്തിന് മുൻപ് 60 മീറ്റർ ഇടവിട്ട് റിപ്പിൾ ഹമ്പ്, കുളത്തിത്തോട് വളവിൽ ക്രാഷ് ബാരിയർ എന്നിവ നിർമ്മിക്കും. ആനത്താരകങ്ങളിലും സമീപത്തും പാചകം ചെയ്യുന്നതിനും കാട്ടാനകളുടെ ഫോട്ടോ എടുക്കുന്നതും നിരോധിക്കും. റിഫ്ലക്ടറുകളും സൂചനാ ബോർഡുകളും സ്ഥാപിക്കും.
നാട്ടിൽ വികസനമാണ് വേണ്ടതെന്നും സമരം കൊണ്ടൊന്നും നേടിയില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തിരുവാഭരണ പാതയിൽ വടശ്ശേരിക്കര പേങ്ങാട്ടുകടവിൽ പുതിയ പാലത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള പ്രവർത്തനമാണ് നാടിന്റെ വികസനത്തിന് ആവശ്യം. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തുന്നത്. തീർത്ഥാടകർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പേങ്ങാട്ടുകടവിൽ പാലം നിർമ്മിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിവരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കും. പേരൂച്ചാൽ പാലത്തിന്റെ നിർമ്മാണം ജലനിരപ്പ് താഴ്ന്നാലുടൻ പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡിണ്ടിഗലിൽ സെപ്റ്റംബർ 5-ന് വാഹനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച 15 ലക്ഷം രൂപ ധനകാര്യമന്ത്രി കെ.എം. മാണി വിതരണം ചെയ്തു. കടത്തുരുത്ത് നിയോജക മണ്ഡലത്തിലെ ഇലക്കാട് കോളനിയിൽ പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന സ്വയം പര്യാപ്ത ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് തുക വിതരണം ചെയ്തത്. അപകടത്തിൽ മരിച്ച ഇലക്കാട് കുടുക്കാന്തടത്തിൽ ജോസഫ്, മകൾ ജിസ്മി എന്നിവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപയും കുടുക്കാന്തടത്തിൽ ജോൺ, കൊച്ചുപുളിക്കൽ ജോമി, കാഞ്ഞിരത്താങ്കുഴി സുനിൽ എന്നിവരുടെ കുടുംബങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതവുമാണ് നൽകിയത്. ചരമവാർത്തകൾ. കടപ്ര മാന്നാർ ചാലക്കുഴിയിൽ ബെഞ്ചി നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 11-ന് മാന്നാർ വെസ്റ്റ് സെന്റ് കാതറൈൻസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ. മാമ്പഴക്കരി 20 ലെൻ വിദ്യാധരൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പൊങ്ങ പുത്തൻവീട്ടിൽ മേരിക്കുട്ടി 65 വയസ്സ് നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച 10-ന് പൊങ്ങ മാസ്ലിവ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സവിശേഷ കഴിവുള്ള കുരുന്നുകൾക്കായി ലോക വികലാംഗ ദിനത്തിൽ വിവിധ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. പ്രതിരോധം ഇഴയുന്നു, കന്നുകാലികൾ ചത്തടിയുന്നു. മോരിന്റെ പുളി മാറിയാലും സർക്കാർ സഹായം ഏട്ടിലെ പശുവായി തുടരും. കൊയ്ത്തുയന്ത്രം കാത്തു പാടശേഖരം, വീണടിയുന്ന കർഷക സ്വപ്നങ്ങൾ. രാജീവ് ഗാന്ധി ട്രോഫി ആഗസ്റ്റ് 18-ന് പുളിങ്കുന്ന് പമ്പയാറ്റി. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.